വാർത്തയിലേക്ക്. കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർത്തില്ലെന്ന BJP നേതാക്കളുടെ വാദം തെറ്റ്. ജാമ്യാപേക്ഷയെ രേഖാമൂലം പ്രോസിക്യൂഷൻ കോടതിയിൽ എതിർത്തില്ല എന്നാണ് BJP നേതാവ് അനൂപ് ആന്റണി പറഞ്ഞത്. വിവരങ്ങളുമായി ശരത്ലാലുണ്ട്. ശരത്ത്, അനൂപ് ആന്റണി കുറച്ചു മുൻപാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർത്തിട്ടില്ല എന്ന്. ഇപ്പോൾ എന്താണ് പുറത്തുവരുന്ന വാർത്തകൾ? സേതുലക്ഷ്മി, ഇപ്പോഴാണ് കോടതി വിധിയുടെ ഉത്തരവ് പുറത്തിറങ്ങി. 12ഓളം പേജുള്ള ഉത്തരവാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്ന സമയത്ത് പ്രോസിക്യൂഷൻ ജാമ്യ ഹർജിയെ എടുത്തുകൊണ്ട് സത്യവാങ് നൽകിയിരുന്നു. അതിലെ രേഖാപരമായി നൽകിയ സത്യവാങ്ങിലെ വാക്കുകൾ പ്രോസിക്യൂഷൻ എന്തുകൊണ്ട് എതിർക്കുന്നു എന്ന കാര്യങ്ങൾ കോടതി വിധിയിൽ തന്നെ പരാമർശിച്ചിട്ടുണ്ട്. അതേപോലത്തെ കന്യാസ്ത്രീകൾ നടത്തിയ വാദവും അദ്ദേഹത്തിന് ത്രിപാഠി നടത്തിയ വാദങ്ങളും കോടതി വിധിയിൽ പരാമർശിച്ചിട്ടുണ്ട്. ആ കോടതി വിധി പുറത്തു വന്നപ്പോഴാണ് പ്രോസിക്യൂഷൻ, അതായത് ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെ BJP സർക്കാരിൻ്റെ പ്രോസിക്യൂഷൻ ശക്തമായ രീതിയിൽ തന്നെ ജാമ്യ ഹർജിയെ എതിർത്തിട്ടുണ്ട്. ബജ്രംഗ് അഭിഭാഷകനെ പോലെ തന്നെ ശക്തമായ രീതിയിൽ തന്നെ ജാമ്യ ഹർജി എതിർത്തിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാൽ ഈ കേസ് സംസ്ഥാന സർക്കാരിൻ്റെ കൈകളിൽ നിന്ന് പോകുന്നു എന്ന് തന്നെയാണ്. അതാണ് എനിക്കിപ്പോൾ ഏറ്റവും വലിയ വാർത്തയായി പറയാൻ പറ്റുന്നത്. കാരണം ന്യൂസ് മലയാളത്തിലെ ബ്രേക്കിംഗ് വേണമെന്ന് പറയാം. ഇത് NIA അന്വേഷിക്കുന്ന കാര്യങ്ങളിലേക്ക് പോകുന്നു. NIA കോടതിയിലേക്ക് പോകുന്നു. ഇത് മനുഷ്യക്കടത്താണ്. അതുകൊണ്ട് തന്നെ BNS 143 എന്ന ഗുരുതരമായ വകുപ്പ് ചേർത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ സെഷൻ കോടതിയിലല്ല ഈ കാര്യം NIAക്ക് ചൂണ്ട്. NIA കോടതിയിലാണ്. 2018 NIA നിയമപ്രകാരം ഈ കാര്യങ്ങൾ മനുഷ്യക്കടത്തടക്കമുള്ള അന്വേഷിക്കാനും അല്ലെങ്കിൽ മനുഷ്യക്കടത്ത് റിപ്പോർട്ട് ചെയ്ത് തന്നെ അന്വേഷണം ഏറ്റെടുക്കാനും NIA ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് തന്നെ ഈ കോടതി പറഞ്ഞിരിക്കുന്നത് ഈ കേസിൻ്റെ NIA കോടതിയാണ് കേൾക്കേണ്ടത്. NIA കോടതിയിലാണ് നിൽക്കേണ്ടത്. അതായത് ഇപ്പോൾ പ്രധാനപ്പെട്ട NIA കോടതിയിലേക്ക് റെഫർ ചെയ്തിരിക്കുന്നു. NIA കോടതിയിൽ റെഫർ ചെയ്യുമ്പോൾ ഇത് സംബന്ധിച്ച് അന്വേഷണം NIA നടത്തേണ്ടി വരും. അതായത് കന്യാസ്ത്രീകളുടെ പേരിൽ ഇനി നിലവിൽ NIA അന്വേഷണം കൂടി വരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. നിയമപരമായി മനുഷ്യക്കടത്തടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു അല്ലേ? അടുത്താണ് പറഞ്ഞിരിക്കുന്നത് 143. പിന്നെ അതേപോലെ തന്നെ 2006, 2004, 1963 തുടങ്ങിയ മതമാറ്റ നിയമങ്ങളെക്കുറിച്ച് സംബന്ധിച്ചും കോടതി വ്യക്തമാക്കുന്നുണ്ട്. ഈ കാരണങ്ങൾ പ്രത്യേക കോടതിയിലോ ഹൈക്കോടതിയിലോ മതമാറ്റ ആരോപണമുണ്ടെങ്കിൽ ജാമ്യത്തിന് ശ്രമിക്കാമെന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. കോടതി വളരെ പ്രധാനപ്പെട്ട 3 NIA കോടതിയിൽ, അതായത് നക്സൽ ഏരിയയിലുള്ള അംബികാപൂർ അടക്കമുള്ള 3 NIA കോടതിയിൽ, നക്സൽ കേസുകൾ മാത്രം ഇപ്പോൾ വാദിക്കപ്പെടുന്ന 3 NIA കോടതിയിൽ പിന്നെ കേസുകൾക്ക് ജാമ്യ ഹർജി നൽകാം. ആ 3 NIA കോടതി 3 പെൺകുട്ടികൾ ഈ 3 മേഖലകളിൽ താമസിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ NIA കോടതി നക്സൽ ആക്രമണമുള്ള നക്സൽ ബസ്തറിലുള്ള NIA അംബികാപൂർ അടക്കമുള്ള NIA കോടതിയിലാണ് നമ്മൾ ഇപ്പോൾ കേസ് കന്യാസ്ത്രീകൾ ഇനി ജാമ്യ ഹർജി ഫയൽ ചെയ്യേണ്ടത്. ഇങ്ങനെ ജാമ്യ ഹർജി ഫയൽ ചെയ്യുമ്പോൾ NIA അന്വേഷണം നടത്തേണ്ടി വരും. കന്യാസ്ത്രീകൾക്ക് മനുഷ്യക്കടത്തിനെതിരെ അന്വേഷണവും കൂടി കന്യാസ്ത്രീകളെ മേൽ വരുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. അതാണ് ഇന്നത്തെ കോടതി വിധിയിലൂടെ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ ഒരു സംഭവ വികാസം. NIA കൂടി അന്വേഷണത്തിലേക്ക് വരുന്നു. ഇതുവരെ ഛത്തീസ്ഗഡും റെയിൽവേ പോലീസും മാത്രം അന്വേഷിച്ച ഒരു കേസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏജൻസിയായ NIAയുടെ പക്കൽ എത്തുന്നു എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത്. സേതുലക്ഷ്മി, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ ശരത്ലാൽ പ്രേക്ഷകരിലേക്ക് ഡൽഹിയിൽ നിന്നും എത്തിക്കുന്നത്. അതായത് ഈ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ കേസിൽ ഇത്രയും നാൾ റെയിൽവേ പോലീസായിരുന്നു അന്വേഷണത്തിന്റെ പ്രധാനപ്പെട്ട ചുമതലക്കാരെങ്കിൽ ഇനിയിപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസി കൂടി ഈ കേസിലേക്ക് അന്വേഷണത്തിനായി എത്തുകയാണ്. ശരത്ത്, ഈ BJP നേതാവ് അനൂപ് ആന്റണി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഈ കേസിനെ, ഈ ഹർജിയെ ഇന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ എതിർത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പുതിയ കോടതിയിൽ നടന്ന കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ ഇന്ന് എന്തൊക്കെയാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ച കാര്യങ്ങൾ? സ്വാഭാവികമായിട്ട് പ്രോസിക്യൂഷൻ വാദം നടന്നില്ലെങ്കിൽ പ്രോസിക്യൂഷൻ രേഖാമൂലമായി കോടതിയിലെ എതിർപ്പ് അറിയിച്ചിരുന്നു. സത്യവാങ് ഫയൽ ചെയ്തിരുന്നു. FIRന് അനുകൂലിച്ച് ജാമ്യം അനുവദിക്കുന്നതിനെതിരെ വാദിച്ചിട്ടില്ലെങ്കിലും 4 പേജുള്ള സത്യവാങ്ങാണ് ഫയൽ ചെയ്തത്. റിമാൻഡ് റിപ്പോർട്ട് അടക്കം വെച്ചുകൊള്ള പോലീസ് അന്വേഷണത്തിന് FIR, റിമാൻഡ് റിപ്പോർട്ട്, പോലീസ് അന്വേഷണത്തിന് പോലീസ് ഡയറി എന്നതടക്കമുള്ള 3 കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള 4 പേജ് റിമാൻഡ് സത്യവാങ്ങാണ്. അതായത് ബെയിൽ അപ്ലിക്കേഷൻ, കന്യാസ്ത്രീകളുടെ ജാമ്യ
ഹർജിയെ എതിർത്തുകൊണ്ട് ഫയൽ ചെയ്തിരിക്കുന്നത്. അത് പ്രോസിക്യൂഷൻ ഫയൽ ചെയ്ത ഈ റിപ്പോർട്ടും കൂടി കണക്കിലെടുത്തും അത് ഉൾക്കൊണ്ടുകൊണ്ടുമാണ് NIA കേസ് വിടാൻ കോടതി താല്പര്യപ്പെട്ടത്. സെഷൻ കോടതി എന്ന് സാധാരണ നിലക്ക് സെഷൻ കോടതി ഉത്തരവ് ജാമ്യം നൽകാൻ ഹൈക്കോടതിക്ക് തൊട്ടു താഴെയുള്ള കോടതിയാണ് ജില്ലാ സെഷൻസ് കോടതി. ഈ ജില്ലാ സെഷൻസ് കോടതിയാണ് ഈ കേസ് നേരെ തന്നെ തൻ്റെ അതേ അധികാരമുള്ള NIA കോടതിയിലേക്ക് മാറ്റുന്നത്. ഈ NIA കോടതിയിലേക്ക് മാറ്റപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. സംസ്ഥാന സർക്കാർ നൽകിയ പ്രോസിക്യൂഷനും കൂടിയാണ്. കാരണം മനുഷ്യക്കടത്തിനുള്ള BNS 143 വകുപ്പ് ചേർക്കപ്പെടുമ്പോൾ അത് പ്രോസിക്യൂഷൻ അത് ചേർത്തപ്പോൾ അതിൽ FIR ചേർത്തപ്പോൾ ഉണ്ടായ ഒരു സംഭവ വികാസമാണ് ഇന്നത്തെ ഈ കോടതി വിധി. ഇത്തരമൊരു വകുപ്പ് ചേർത്തപ്പെട്ടാൽ കേസ് ചാർജ് ചെയ്താൽ ഉടനെ തന്നെ NIAക്ക് കൈമാറണം എന്ന് നിർദ്ദേശമുണ്ട്. സ്വാഭാവികമായിട്ടും അതാണ് ഇക്കാര്യത്തിൽ NIAയുടെ 2018 നിയമം അനുസരിച്ച് ഇന്ത്യയിലെ NIAയുടെ അന്വേഷണ പരിധിയിൽ പെടുന്നതാണ് മനുഷ്യക്കടത്ത് എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയും ഇക്കാര്യ വിധിയിൽ ശരിവെച്ചിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് ബോംബെ ഹൈക്കോടതിയുടെ വിധിയും ഈ ജഡ്ജ്മെന്റിൽ വ്യക്തമായി ഉദ്ധരിച്ചിട്ടുണ്ട്. അനീഷ് ദുബൈയുടെ ജഡ്ജ്മെന്റിൽ വളരെ വ്യക്തമായ രീതിയിൽ ഇതും വ്യക്തമാക്കിയിട്ടുണ്ട്. ബോംബെ ഹൈക്കോടതിയിലെ ഒരു കേസിൽ ബോംബെ ഹൈക്കോടതി നൽകിയ വിധി ന്യായം അടിസ്ഥാനപ്പെടുത്തി വളരെ സുപ്രധാനമായ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിൽ നിന്നും പ്രേക്ഷകരിലേക്ക് ശരത്തിൽ അറിയിച്ചത്. ഒന്ന്, ഈ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർത്തിരുന്നില്ല എന്ന BJP വാദം തെറ്റ്. പ്രോസിക്യൂഷൻ ഈ കേസിനെ എതിർത്തിരുന്നു, ഈ ജാമ്യാപേക്ഷയെ എതിർത്തിരുന്നു എന്നുള്ളത് ഒന്ന്. മറ്റൊന്ന്, ഈ കേസിന്റെ അന്വേഷണത്തിലേക്ക് NIA കൂടി വരുന്നു, ദേശീയ അന്വേഷണ ഏജൻസി കൂടി ഈ ചിത്രത്തിലേക്ക് വരുന്നു എന്നുള്ള രണ്ട് സുപ്രധാനമായ കാര്യങ്ങളാണ് ശരത് ലാൽ ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഇതുമായി